നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. സമാധാന കരാർ അന്തിമഘട്ടത്തിലെന്ന ഇറാനും അമേരിക്കയും. ജനീവയിൽ നാളെ കരാർ ഒപ്പുവെച്ചേക്കും. ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി. US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖംനേയിയുടെ ഖബറടക്കം ജൂലൈ 9-നെന്ന് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലേക്ക്. ഫ്രാൻസും സ്ലോവാക്യയും സന്ദർശിക്കും. സാമ്പത്തിക സഹകരണം, സാംസ്കാരിക ബന്ധം എന്നിവ ശക്തിപ്പെടുത്തുക ലക്ഷ്യം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണുമായുള്ള ഉഭയകക്ഷി ചർച്ച നാളെ. G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. നിപയിൽ ആശ്വാസം. സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. പ്രതിരോധ മരുന്ന് ഇന്ന് ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടെത്തിക്കും. പ്രതിരോധ പ്രവർത്തനം പാളിയെന്ന് പ്രതിപക്ഷം. വീണുകിട്ടിയ ആയുധം പോലെ പ്രതിപക്ഷം പെരുമാറുന്നുവെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. തൃശൂരിലെ വടക്കാഞ്ചേരിയിൽ ഷിഗല്ല ബാധിച്ച് 2 കുട്ടികൾ ആശുപത്രിയിൽ. പാലക്കാട് 2 പേർക്ക് കോളറയെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെ തിരുത്തി DMOയുടെ ഓഫീസ്. സംശയം മാത്രമെന്ന് പാലക്കാട് DMO. ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം. നിയമന വിവാദത്തിൽ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ KB പ്രദീപ് രാജിവെച്ചു. രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതോടെ തീരുമാനം. ഭക്തജനങ്ങളുടെ ആശങ്ക കണക്കിലെടുത്തെന്ന് ദേവസ്വം മന്ത്രി. സർക്കാർ കള്ളന് ചൂട്ടുപിടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ PS പ്രശാന്തിന് SIT നോട്ടീസ്. അന്വേഷണ സംഘം നാളെ ശബരിമലയിൽ പ്രഭാമണ്ഡലം ഉൾപ്പെടെ വീണ്ടും പരിശോധിക്കും. സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയും ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബുവിന്റെ മൃതദേഹം പെരുന്നയിലെ വീട്ടിൽ സംസ്കരിച്ചു. അസമിൽ വ്യോമസേനയുടെ വിമാനം തകർന്ന് 2 അഗ്നിവീർ ഉൾപ്പെടെ 5 സൈനികർക്ക് വീരമൃത്യു. സഹപൈലറ്റിന് ഗുരുതര പരിക്ക്. അന്വേഷണം പ്രഖ്യാപിച്ച വ്യോമസേന. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത് പുതിയ കരസേനാ മേധാവി. ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള പ്രതിരോധ കവചത്തിന്റെ 2ാം ഘട്ട പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യ. സമാധാന കരാർ അന്തിമഘട്ടത്തിലെത്തിയെന്ന ഇറാനും അമേരിക്കയും. ഞായറാഴ്ച ജനീവയിൽ കരാർ ഒപ്പുവെച്ചേക്കും. ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. സമാധാന കരാറിന്റെ കരട് രൂപം തയ്യാറായതായി മധ്യസ്ഥതയ്ക്ക് നേതൃത്വം നൽകിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അടുത്ത ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ പാകിസ്ഥാൻ 2 രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും ഷെഹബാസ് ഷെരീഫ് പറഞ്ഞു. കരാറിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും താൽക്കാലിക കരാർ തന്റെ രാജ്യം യുദ്ധത്തിൽ കൂടുതൽ ശക്തരായി ഉയർന്നു വന്നതിന്റെ തെളിവാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. കരാർ പ്രകാരം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നും ഇറാനുമേലുള്ള US ഉപരോധം നീക്കുമെന്നും അരാക്ചി പറഞ്ഞു. കരാർ വ്യവസ്ഥകളെക്കുറിച്ച് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതിയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും സമിതി അംഗീകരിച്ചാൽ 2 രാജ്യങ്ങളും ഒരേ സമയം വെവ്വേറെ ഇരുന്ന് കരാറിൽ ഒപ്പുവെക്കുമെന്നും അരാക്ചി കൂട്ടിച്ചേർത്തു. അടുത്ത 60 ദിവസത്തിനുള്ളിൽ ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തും. ഇറാന്റെ മണ്ണിൽ വെച്ച് തന്നെ ഇവ നശിപ്പിക്കാനാണ് US ലക്ഷ്യമിടുന്നത്. കരാറിൽ ഒപ്പുവെച്ചയുടൻ ഇറാന്റെ മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ വിട്ടുനൽകുമെന്ന വാർത്തകൾ അമേരിക്ക നിഷേധിച്ചു. ഇറാൻ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പാക്കിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഘട്ടം ഘട്ടമായി സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകൂ എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഇരുപക്ഷവും തമ്മിൽ കരാറിന്മേൽ വലിയ പ്രതീക്ഷയുണ്ടെങ്കിലും മുമ്പും അവസാന നിമിഷം ചർച്ചകൾ പരാജയപ്പെട്ടതിനാൽ ജാഗ്രതയോടെയാണ് നയതന്ത്ര ലോകം നീക്കങ്ങളെ വീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. അന്തരിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയിയുടെ മൃതദേഹം ജൂലൈ 9-ന് സംസ്കരിക്കുമെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ. ജൂലൈ 4-5 തീയതികളിൽ രാജ്യതലസ്ഥാനമായ ടെഹ്റാനിൽ വിടവാങ്ങൽ ചടങ്ങ് നടക്കും. ജൂലൈ 9-ന് ജന്മനാടായ മഷാദ് നഗരത്തിൽ നടക്കുന്ന ചടങ്ങിന് ശേഷം ഇമാം റസായുടെ ശവകുടീരത്തിനടുത്തായി ഖംനേയിയുടെ ഭൗതിക ശരീരം സംസ്കരിക്കും. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആദ്യഘട്ട ആക്രമണങ്ങളിലായിരുന്നു ഖംനേയി കൊല്ലപ്പെട്ടത്. 5 ദിവസത്തെ വിദേശ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രാൻസ്, സ്ലോവാക്യ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി വിയന്നയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. സാമ്പത്തിക, സാംസ്കാരിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ നൽകുമെന്ന് യാത്രയ്ക്ക് മുൻപ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെത്തുന്നത്. നൈസിൽ നടക്കുന്ന ഭാരത് ഇന്നോവേറ്റേഴ്സ് പരിപാടിയിൽ 2 നേതാക്കളും പങ്കെടുക്കും. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായുള്ള പുതിയ സ്റ്റാർട്ടപ്പുകൾ പരിപാടിയിൽ പരിചയപ്പെടുത്തും.
പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി നാളെ നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സഹകരണം കൂടുതൽ ഊഷ്മളമാക്കാനുള്ള ചർച്ചകളുണ്ടാകും. 15-ന് സ്ലോവാക്യയുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ജൂൺ 16 മുതൽ 17 വരെ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇവിയനിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയേക്കും. 18-ന് പാരീസ് സന്ദർശിച്ച ശേഷമാകും പ്രധാനമന്ത്രിയുടെ മടക്കം. വിദേശ സന്ദർശനത്തിൽ സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ശ്രദ്ധ നൽകുമെന്ന് യാത്രയ്ക്ക് മുൻപ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് നിപയിൽ ആശ്വാസം. ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 3 പേരുടെ ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപിച്ചിട്ടില്ലെന്നും ഇതുവരെ ലഭിച്ച പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചു. നിലവിൽ കേന്ദ്ര സംഘം കോഴിക്കോട്ടെത്തി പരിശോധന ആരംഭിച്ചു. പ്രതിരോധ മരുന്ന് ഇന്ന് ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ട് എത്തിക്കും. വിമാനമാർഗമാണ് 2 തരം പ്രതിരോധ മരുന്നുകൾ എത്തിക്കുന്നത്. അതേസമയം നിപ പ്രതിരോധത്തിൽ ആരോഗ്യവകുപ്പിന് വീഴ്ചയെന്ന് ആരോപിച്ച് CPM പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിപ ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 3 പേരുടെ ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ നിപ ഇതുവരെ വ്യാപിച്ചിട്ടില്ല. ഇതുവരെ നടത്തിയ എല്ലാ പരിശോധനകളും നെഗറ്റീവായിരുന്നു. ഇപ്പോൾ വെന്റിലേറ്ററുള്ള രോഗി അതേ കണ്ടീഷനിൽ തന്നെ തുടരുകയാണ്. നിലവിൽ രോഗം ബാധിച്ചയാൾ വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. അതേസമയം കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. മെഡിക്കൽ കോളേജിൽ സംഘം യോഗത്തിൽ പങ്കെടുത്തതിനു ശേഷം സിവിൽ സ്റ്റേഷനിലെ നിപ കൺട്രോൾ റൂം സന്ദർശിച്ചു. മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നിപ അവലോകന യോഗം ചേർന്നിരുന്നു. മുമ്പ് നിപ ബാധയുണ്ടായപ്പോൾ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ തുടരണമെന്നും പ്രതിരോധ നടപടികൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന, അത് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തതായിട്ടാണ് യോഗത്തിൽ വിലയിരുത്തപ്പെട്ടത്. പൊതുവെ വലിയ രീതിയിൽ കൂടുതൽ സ്പ്രെഡോ വ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ള അനുമാനത്തിലാണ് ഉള്ളത്. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘവുമായി മന്ത്രി ആശയവിനിമയം നടത്തി. അതേസമയം നിപ കൺട്രോൾ റൂമിൽ നിന്നും കണ്ടെയ്ൻമെന്റ് സോണിലെ ആളുകളെ വിളിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് MLA PM മുഹമ്മദ് റിയാസ് നിപ കൺട്രോൾ റൂമിന് മുന്നിൽ പ്രതിഷേധിച്ചു. കലക്ടറെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞപ്പോഴും വകുപ്പ് തല അനുമതിയില്ലെന്ന് പറഞ്ഞതോടെ MLA പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ അകത്തേക്ക് വിളിപ്പിച്ച് സംസാരിച്ചു. കൺട്രോൾ റൂമിൽ നിന്നും ക്വാറന്റൈനിലുള്ളവരോട് സംസാരിക്കാൻ അനുമതിയില്ലെന്നറിഞ്ഞതോടെ പ്രതിഷേധമറിയിച്ച് MLA തിരിച്ചു പോവുകയായിരുന്നു. ജനങ്ങളുടെ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ഇവിടുന്ന് ഫോൺ ചെയ്യണം, ഫോൺ ചെയ്യൽ കുറവാണ്, ഇവിടുന്ന് ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. MLA എന്നുള്ള നിലയിൽ നമ്മളും ജനങ്ങളോട് സംസാരിക്കാമല്ലോ, അല്ലാതെ തന്നെ ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. അതിവിടെ ഇരുന്ന് സംസാരിക്കാൻ ഒരു 3-4 ആളെ വിളിക്കാൻ പറഞ്ഞാൽ അങ്ങനെ വിളിക്കാൻ പാടില്ല. ഇതിനിടെ നിപ പ്രതിരോധം പാളിയെന്നാരോപിച്ച് CPM രംഗത്തെത്തിയിട്ടുണ്ട്. ഹൈറിസ്ക് വിഭാഗത്തിൽ 16 പേരും ലോ റിസ്കിൽ 67 പേരും ഉൾപ്പെടെ നിലവിൽ 87 പേരാണ് പട്ടികയിലുള്ളത്. സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരെയും ദിവസം 2 നേരം കൺട്രോൾ റൂമിൽ നിന്നും വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാമനാട്ടുകര നഗരസഭയിലെ 5ാം ഡിവിഷനിലുള്ള 300-ലേറെ വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തി. പനിയുള്ള 12 പേരെ ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു. എന്നാൽ നിപയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ ഇവരിൽ കണ്ടെത്തിയിട്ടില്ല. രാമനാട്ടുകര നഗരസഭയിൽ ഇന്നും RRT യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂരിലെ വടക്കാഞ്ചേരി മംഗലത്തെ 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആശങ്ക ഉയർന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി അധികൃതർ. പ്രദേശത്ത് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു വരികയാണ്. 4 വയസ്സുള്ള പെൺകുട്ടിക്കും 7 വയസ്സുള്ള ആൺകുട്ടിക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കുട്ടികൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞു വരികയാണ്. കുട്ടികളുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരുടെ ആരോഗ്യനിലയും വിലയിരുത്തി വരികയാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. പാലക്കാട് 2 പേർക്ക് കോളറയെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെ തിരുത്തി DMO ഓഫീസ്. ജില്ലയിൽ വയറിളക്കം, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടി 2 പേർക്ക് കോളറ സംശയിച്ചിരുന്നു. എന്നാൽ ഈ 2 പേരുടെയും ഫലം നെഗറ്റീവാണെന്ന് DMO പറഞ്ഞു. ഇതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് വാർത്ത കോളറ സംശയമെന്നാക്കി തിരുത്തി. പാലക്കാട് വൈത്തിരിയിൽ 2 പേർക്ക് കോളറ സ്ഥിരീകരിച്ചുവെന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ടാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു.
പനിയുമായി സർക്കാർ ആശുപത്രിയിലെത്തിയ 7 വയസ്സുകാരന് ചികിത്സ ലഭിച്ചില്ലെന്ന പരാതി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് പരാതി ഉയർന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 കുട്ടിയുമായി താലൂക്ക് ആശുപത്രിയിലെത്തിയ വാണിയംകുളം ചെറുകാട്ടുപുലം സ്വദേശികളായ നിതീഷ് രേഷ്മ ദമ്പതികളുടെ 7 വയസ്സുകാരന് ചികിത്സ ലഭിച്ചില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ആ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ കുട്ടിയുടെ അവസ്ഥ നേരിട്ട് കണ്ടുവെന്നും ടെമ്പറേച്ചർ പോലും പരിശോധിക്കാൻ തയ്യാറായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. 3/4 മണിക്കൂറോളം കാത്തിരുന്നിട്ടും ചികിത്സ ലഭിക്കാതെ വന്നതോടെ കുട്ടിയുമായി സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ തേടേണ്ടി വന്നുവെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. പരാതി ലഭിച്ചിട്ടില്ലെന്നും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുകയാണെന്നും ആശുപത്രി സൂപ്രണ്ട് പ്രതികരിച്ചു. എന്നും പറഞ്ഞിട്ട് ഒന്നും നോക്കുകയും ചെയ്യാണ്ട് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. കുട്ടിയുടെ വെയിറ്റ് നോക്കുകയോ അല്ലെങ്കിൽ കുട്ടിക്ക് ടെമ്പറേച്ചർ നോക്കുകയോ ഒന്നും ചെയ്തില്ല. നമുക്ക് തീർത്തും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ടല്ല. 2-3 വട്ടം ഇങ്ങനെ കണ്ടപ്പോൾ ഉണ്ടാകുന്നൊരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അവിടുന്ന് കുട്ടി ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും അവർ ഒന്നും ചെയ്യാണ്ട് നമ്മളവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ KJ റീനയെ മാറ്റിയതിൽ സർക്കാർ വാദങ്ങൾ പൊളിയുന്നു. 15 ദിവസം റീന അവധി ആവശ്യപ്പെട്ടു എന്നാണ് ഉത്തരവിൽ പറയുന്നത്. എന്നാൽ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് 2.5 ദിവസം മാത്രമാണ് അവധിക്ക് അപേക്ഷിച്ചതെന്ന് റീന വ്യക്തമാക്കി. ഡോക്ടർ റീനയോടുള്ള അതൃപ്തി പരസ്യമാക്കി മന്ത്രി K മുരളീധരനും രംഗത്ത് വന്നു. പകർച്ചവ്യാധിക്കാലത്ത് കൂടുതൽ അവധി ചോദിച്ചെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ റീനയെ സ്ഥലം മാറ്റിയിരുന്നത്. 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും 15, 16 തീയതികളിലുമാണ് ഡോക്ടർ റീന അവധിക്ക് അപേക്ഷ നൽകിയിരുന്നത്. എന്നാൽ സർക്കാർ ഉത്തരവിൽ പറയുന്നത് റീന 15 ദിവസം അവധി ചോദിച്ചു എന്നാണ്. നടപടിയെക്കുറിച്ച് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയാണ്. 3 വർഷം അവർ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നോട്ട് കൂടെ ഉണ്ട്. അവർ ലീവ് എടുക്കുക അവർ 15 2 ദിവസം എന്നുള്ളതില്ല. ഈ ഒരു കാരണം കൊണ്ടും സർക്കാരിൻ്റെ ആലോചിക്കാതെ ചില നടപടികൾ സ്വീകരിച്ചതുകൊണ്ടും അവരെ മാറ്റി. സർക്കാരിന്റെ അനിഷ്ടമാണ് ഈ നടപടിക്ക് കാരണമെന്ന് ഈ വാക്കുകളിൽ നിന്നും വ്യക്തം. അത് സർക്കാരിൻ്റെ സിസ്റ്റത്തിനോട് സഹകരിക്കാത്തവരോട് ഞങ്ങൾ ആ രീതിയിലുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. ഒന്ന്, ഇതുപോലത്തെ കത്തുകൾ കൊടുക്കുമ്പോൾ വകുപ്പ് മന്ത്രിയോ ഗവൺമെൻറ്റോ അറിയണം. എന്തടിസ്ഥാനത്തിലാണ് പറയുക ഡോക്ടർമാരെ കൊടുക്കില്ല? അത് ഗവൺമെൻറ് ചുമതലയല്ലേ? ഭക്തന്മാരുടെ താല്പര്യം നോക്കേണ്ടത് ഗവൺമെൻറ് ചുമതലയല്ലേ? അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കുന്നതിന് മുമ്പ് അങ്ങനെ കത്ത് കൊടുത്തത് ശരിയല്ല. അതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ റീനയെ സ്ഥലം മാറ്റുന്നതിനായി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത്. നടപടിയെന്നോ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഏതായാലും അവരെ ട്രാൻസ്ഫർ ചെയ്തു. റീജിയണൽ ലാബിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. അഡീഷണൽ DHS ഡോക്ടർ മീനാക്ഷി വിക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ചുമതല നൽകുകയും ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യമന്ത്രി കോഴിക്കോട്ടെത്തി നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതായിരുന്നുവെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഏകോപനത്തിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണം. ആരോഗ്യവകുപ്പ് ഡയറക്ടറെ ഈ ഘട്ടത്തിൽ മാറ്റരുതായിരുന്നുവെന്നും KK ശൈലജ പറഞ്ഞു. ഇത് പെട്ടെന്ന് ചെന്ന് ചേരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, അതിൻ്റെ ഭാരവാഹികളെ വിളിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ഞങ്ങളന്ന് വെറ്റിനറി വിഭാഗത്തിലുള്ള ആളുകൾ വിളിച്ചിരുന്നു. മെഡിക്കൽ കോളേജിലുള്ളവരെയും ഹെൽത്ത് സർവീസിലുള്ളവരെയും ഒരുമിച്ചിരുത്തിയിരുന്നു. ഞങ്ങളെല്ലാം ഓർമ്മിക്കുന്നുണ്ടാവും, മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. രാത്രി തന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് അപ്പം തന്നെയാണ് പ്ലാനിംഗ് നടത്തിയത്. ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ KB പ്രദീപ് രാജിവെച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് വിവാദമായ പശ്ചാത്തലത്തിലാണ് നടപടി. KB പ്രദീപിനോട് സ്ഥാനമൊഴിയാൻ മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് രാജി. ദേവസ്വം പ്ലീഡറുടെ നിയമനത്തിൽ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരനും തുറന്നു സമ്മതിച്ചു. ഇത് 2ാം തവണയാണ് UDF സർക്കാരിന് നിയമനങ്ങളിൽ കൈപൊള്ളുന്നത്. സണ്ണി ജോസഫിന്റെ അളിയൻ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് രാജിവെച്ചതും വിവാദത്തെ തുടർന്നായിരുന്നു. ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശുന്ന ജോലി കരാറെടുത്ത സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകനാണ് KB പ്രദീപ്. ഇദ്ദേഹത്തെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് വലിയ വിവാദമായിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ സർക്കാർ പ്ലീഡറായി നിയമിച്ചതിൽ പ്രത്യേക അന്വേഷണ സംഘവും ആശങ്ക അറിയിച്ചിരുന്നു. അന്വേഷണ വിവരങ്ങൾ പ്രതികൾക്ക് ചോരുമെന്നായിരുന്നു SIT പറഞ്ഞത്. നിർണായക രേഖകൾ കൈമാറുന്നതിലും SITക്ക് ആശങ്കയുണ്ടായിരുന്നു. സർക്കാർ പ്രതിസന്ധിയിലായതോടെ രാജിക്കായി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ദേവസ്വം പ്ലീഡർ നിയമനത്തിൽ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. ഇത് വിവാദമായപ്പോൾ അത് ഭക്തജനങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി. നിയമനത്തിൽ സതുദ്ദേശത്തോടെ ചെയ്തതാണെങ്കിലും അത് ഭക്തജനങ്ങൾക്ക് സംശയമുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞു. അദ്ദേഹം രാജിവെച്ചു. നിയമനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള സംശയത്തിന്റെ നിഴലും നിൽക്കാൻ പാടില്ല എന്ന് സർക്കാരിന് നിർബന്ധ ബുദ്ധിയുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം സർക്കാർ നടപടി അന്വേഷണം അട്ടിമറിക്കാനാണെന്ന പ്രതിപക്ഷ ആരോപണം ദേവസ്വം മന്ത്രി K മുരളീധരൻ തള്ളിയിരുന്നു.
പുതിയ പ്ലീഡർ മുൻപ് പ്രതികൾക്ക് വേണ്ടി ഹാജരായതിനാൽ അവരുടെ എല്ലാ ബലഹീനതകളും അദ്ദേഹത്തിന് നന്നായി അറിയാമെന്നും അത് കേസിനെ സഹായിക്കുമെന്നുമായിരുന്നു ഇത് സംബന്ധിച്ച മന്ത്രിയുടെ ന്യായീകരണം. എന്തായാലും ഇത് രണ്ടാം തവണയാണ് UDF സർക്കാരിന് നിയമനത്തിൽ കൈകൊള്ളുന്നത്. സണ്ണി ജോസഫിന്റെ അളിയൻ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും രാജിവെച്ചതും വിവാദത്തെ തുടർന്നായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപാഠിയും അഹമ്മദി ഗവർണറേറ്റ് ഗവർണർ ഷെയ്ഖ് ഹമൂദ് ജാബർ അൽ അഹമ്മദ് അൽ സബാഹും ചേർന്ന് സംയുക്തമായി നിർവഹിച്ചു. ഇന്ത്യൻ എംബസി, പ്രവാസി സംഘടനയായ ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈറ്റ് ചാപ്റ്റർ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഡോക്ടേഴ്സ് എന്നിവയുമായി സഹകരിച്ച് അദാൻ ആശുപത്രിയിലെ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത്. ഉദ്ഘാടനത്തിന് ശേഷം ക്യാമ്പിലെ ആദ്യത്തെ രക്തദാതാവായി സ്വയം മുന്നോട്ട് വന്ന് അഹമ്മദ് ഗവർണർ മറ്റുള്ളവർക്ക് മികച്ച മാതൃകയായി. മാനവികതയുടെയും സേവന സന്നദ്ധതയുടെയും ഉദാത്തമായ പ്രതീകമാണ് ഈ ക്യാമ്പ് എന്ന് ഇന്ത്യൻ സ്ഥാനപതി പറഞ്ഞു. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഈ കൂട്ടായ്മ ഇന്ത്യ കുവൈറ്റ് സൗഹൃദത്തിൻ്റെ ദൃഢതയെ അടിവരയിടുന്നതാണെന്ന് സ്ഥാനപതി കൂട്ടിച്ചേർത്തു. Today is a very special day. We are organizing another blood donation camp in Kuwait. This is not the first one and this is definitely not the last one. The enthusiasm that I am seeing among the Indian community about donating blood, about helping others, about serving the Indian community and the adopted second home that is Kuwait is really, really inspiring. I congratulate all the Indian nationals who are donating blood today, and I also thank the Honorable Governor of Al Ahmadi Governorate, His Excellency, who came here and participated in the blood donation camp today. And amazingly, he himself donated blood and inspired all those who are present here today to do this noble service. സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് രക്തം ദാനം ചെയ്യാനായി അദാൻ ആശുപത്രിയിൽ എത്തിയത്. ക്യാമ്പ് വൻ വിജയമാക്കാൻ സഹകരിച്ച രക്തദാതാക്കൾ, മെഡിക്കൽ ഉദ്യോഗസ്ഥർ, BDK, FID, സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്ക് ഇന്ത്യൻ എംബസി പ്രത്യേക നന്ദി രേഖപ്പെടുത്തി. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഇന്ത്യ ഗവൺമെന്റിന്റെ കാർഷിക ഭക്ഷ്യ കയറ്റുമതി ഉൽപ്പന്ന വികസന അതോറിറ്റിയുമായി സഹകരിച്ച് ഈ മാസം 1-ാം തീയതി മുതൽ 11-ാം തീയതി വരെ ഇന്ത്യൻ മാമ്പഴ ഉത്സവം സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ ലോക പ്രശസ്ത മാമ്പഴങ്ങളുടെ വൈവിധ്യം, രുചി, ഗുണനിലവാരം എന്നിവ കുവൈറ്റിൽ ഉടനീളമുള്ള ഉപഭോക്താക്കൾ, ഇറക്കുമതിക്കാർ, ചില്ലറ വ്യാപാരികൾ എന്നിവർ ഉൾപ്പെടെ കൂടുതൽ പേരിൽ എത്തിക്കാനായിരുന്നു മാമ്പഴോത്സവം സംഘടിപ്പിച്ചത്. മേളയുടെ ഭാഗമായി അവന്യൂസ് മാളിലെത്തിയ സന്ദർശകർക്കായി പഴുത്ത മാമ്പഴ കഷ്ണങ്ങൾ, മാംഗോ ലസ്സി, വിവിധയിനം മാമ്പഴ പലഹാരങ്ങൾ എന്നിവ രുചിച്ചറിയാനുള്ള വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ഇന്ത്യൻ സ്ഥാനപതി പരിമിത ത്രിപാഠി ഇന്ത്യൻ മാമ്പഴങ്ങളുടെ സാംസ്കാരികവും സാമ്പത്തികവുമായ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി 500-ലധികം ഇനം മാമ്പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും ഇന്ത്യൻ മാമ്പഴങ്ങൾ രാജ്യത്തിൻ്റെ ഏറ്റവും മൂല്യമായ കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ ഒന്നാണെന്നും സ്ഥാനപതി കൂട്ടിച്ചേർത്തു. We are celebrating Indian mangoes today, and Indian mangoes are called the king of fruits. They are only available during the summer, but something which is rare is always more valuable, and that is what mangoes are. Like the spices from India, like the jewelry and textiles from India, the Indian mangoes are also a very, very important product that India exports from various states. We have more than 500 varieties of mangoes. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന അൽ ഫിത്ര പ്രീ സ്കൂളിലെ 4 വയസ്സുകാരൻ ആദം അൽഹാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. അപൂർവ നേട്ടം കൈവരിച്ച ഈ മലയാളി കുരുന്നു പ്രതിഭയെ ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ആദരിച്ചു. 50 വ്യത്യസ്ത ദേശീയ, അന്തർദേശീയ കാർ ബ്രാൻഡുകളുടെ ലോഗോയുടെ ചിത്രങ്ങൾ ലാപ്ടോപ്പിൽ സ്ക്രീനിൽ നോക്കി കേവലം 2 മിനിറ്റും 13 സെക്കൻഡും കൊണ്ട്
കൃത്യമായി തിരിച്ചറിഞ്ഞാണ് ഈ 4 വയസ്സുകാരൻ ആദം അൽഹാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള ആനമങ്ങാട് സ്വദേശിയായ അമീർ സുഹൈലിന്റെയും ഫാത്തിമ ജസ്നയുടെയും മകനാണ് ആദം അൽഹാൻ. സൗദി അറേബ്യയിലാണല്ലോ, അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കാർസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇക്കാൻ്റെ ഏട്ടൻ്റെ മക്കളും ഞങ്ങളിവിടെ ഒരുമിച്ച്, അവർ കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ അങ്ങനെ കാർസ് ഐഡൻറ്റിഫൈ ചെയ്യും. അവർ സ്വയം ഇങ്ങനെ, ഹസ്ബൻഡും ഇതിന് നല്ല ക്രേസ് ഉള്ള ആളാണ് കാർസിന്. അപ്പോൾ മൂപ്പരൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ സ്വയം അവർ പഠിച്ചതാണ്. പിന്നെ കേവലം ലോഗോകൾ മാത്രമല്ല, കാറുകളുടെ വ്യത്യസ്ത മോഡലുകളും ഇനങ്ങളും വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ ആദമിന് സാധിക്കും. പഠനകാര്യത്തിലും ഏറെ മുന്നിലുള്ള ആദം അൽഹാൻ ഇതിനകം വിശുദ്ധ ഖുർആനിലെ 14ഓളം സൂറത്തുകൾ മനഃപ്പാടമാക്കിയതായി പാരൻസ് പറഞ്ഞു. മോനിപ്പോൾ പഠിക്കുന്നത് നമ്മളെ ജിദ്ദ മദീന റോഡിലുള്ള ഇസ്ലാം സെൻറ്റർ അൽഫിത്രയിലാണ് പഠിക്കുന്നത്. അവനിപ്പോൾ ലെവൽ 1ലേക്ക് ഇപ്പോൾ എത്തി. ബിഗിനറായിരുന്നു, ഇപ്പോൾ ഈ വർഷം ലെവൽ 1ലേക്ക് എത്തി. അവിടെ ഇപ്പോൾ നമുക്ക് അവനിപ്പോൾ അത്യാവശ്യം ഖുർആൻ ഓതാനും അതേപോലെ തന്നെ അറബി ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതും അത്യാവശ്യം നേരെ പോലെ പറയാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ജേതാവായ ആദം അൽഹാന് ജിദ്ദ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ ആദരിച്ചു. മുസ്ലിം വേൾഡ് ലീഗ് ഡയറക്ടർ ഡോക്ടർ ഇസ്മായിൽ അബ്ദുസലാം അബു താലിബ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ആദമിനുള്ള അവാർഡ് വിതരണം ചെയ്തു. സുൽഫിഖറുദായി, അമൃത ന്യൂസ്, ജിദ്ദ. കുവൈറ്റിൽ നിശ്ചിത തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മറ്റു മേഖലകളിലേക്ക് വിസ മാറ്റം അനുവദിക്കുന്ന താൽക്കാലിക ഇളവ് ജൂൺ 30-നകം പ്രയോജനപ്പെടുത്തണമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ. മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ പ്രത്യേക ഇളവ് 2026 ജൂൺ 30 വരെ മാത്രമാണ് നിലനിൽക്കുക. തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ ഇളവുകൾ നൽകുകയും തൊഴിൽ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി സ്വീകരിച്ചതെന്ന് അതോറിറ്റി അറിയിച്ചു. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, വ്യവസായം, കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയ നിയന്ത്രിത മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് ഈ താൽക്കാലിക വിസ മാറ്റ ഇളവ് ബാധകമാകുന്നത്. നിശ്ചിത നിബന്ധനകൾക്ക് വിധേയമായി ഇവർക്ക് മറ്റു മേഖലയിലേക്ക് തൊഴിൽ വിസ മാറ്റാൻ സാധിക്കും. ഹിജ്റ പുതുവർഷ പൊതു അവധിയോടനുബന്ധിച്ച് ദുബായിലും അബുദാബിയിലും ജൂൺ 15 തിങ്കളാഴ്ച സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചു. അവധി ദിനത്തിൽ യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് വാഹന യാത്രക്കാർക്ക് ആശ്വാസമാകുന്ന തീരുമാനമാണ് ബന്ധപ്പെട്ട അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ 15 തിങ്കളാഴ്ച ദുബായിലെ മൾട്ടി സ്റ്റോറി പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒഴികെയുള്ള എല്ലാ പൊതു പാർക്കിംഗ് മേഖലകളിലും പാർക്കിംഗ് ഫീസ് ഈടാക്കില്ലെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. അതേസമയം അബുദാബിയിലും ഹിജ്റ പുതുവത്സര അവധിയോടനുബന്ധിച്ച് പൊതു പാർക്കിംഗ് സംവിധാനമായ കിഫിൽ സൗജന്യ പാർക്കിംഗ് സൗജന്യം ലഭ്യമാകും. മൾട്ടി സ്റ്റോറി പാർക്കിംഗ് കെട്ടിടങ്ങൾ ഒഴികെയുള്ള എല്ലാ പൊതു പാർക്കിംഗ് സ്ഥലങ്ങളിലും ഇളവ് ബാധകമായിരിക്കുമെന്ന് ക്യൂ മൊബിലിറ്റി വ്യക്തമാക്കി. അവധി ദിനത്തിന് ശേഷം ജൂൺ 16 ചൊവ്വാഴ്ച മുതൽ ഇരു എമിറേറ്റുകളിലും സാധാരണ പാർക്കിംഗ് നിരക്കുകൾ വീണ്ടും പ്രാബല്യത്തിൽ വരും. യുഎയുടെ ദേശീയ വിമാന കമ്പനിയായ ഇത്തിഹാദ് എയർവേസ് യാത്രക്കാർക്കായി പുതിയ സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ പ്രഖ്യാപിച്ചു. അബുദാബി സന്ദർശിക്കുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്ക് സുരക്ഷിതമായ യാത്രാനുഭവം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത്തിഹാദ് എയർവേസിൽ അബുദാബിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന വിനോദസഞ്ചാരികൾക്കും മറ്റ് സന്ദർശകർക്കും 15 ദിവസത്തെ മെഡിക്കൽ ട്രാവൽ ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇനി മുതൽ തികച്ചും സൗജന്യമായി ലഭിക്കുക. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമാകും. ഇതിനായി യാത്രക്കാർ പ്രത്യേകം അപേക്ഷിക്കുകയോ അധിക തുക നൽകുകയോ ചെയ്യേണ്ടതില്ല എന്ന് ഇത്തിഹാദ് അധികൃതർ അറിയിച്ചു. അബുദാബി വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ഇത്തിഹാദിന്റെ സ്റ്റോപ്പ് ഓവർ യാത്രക്കാർക്കും അബുദാബിയിലെ അവരുടെ താമസ കാലയളവിൽ ഈ സൗജന്യ ഇൻഷുറൻസ് ലഭ്യമായിരിക്കും. അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചറൽ ആൻഡ് ടൂറിസവുമായി സഹകരിച്ചാണ് ഇത്തിഹാദ് എയർവേസ് ഈ പുതിയ ആനുകൂല്യം അവതരിപ്പിച്ചിരിക്കുന്നത്. പ്യൂർ ഹെൽത്തിന്റെ ഭാഗമായ പ്രമുഖ ഇൻഷുറൻസ് കമ്പനി ഡാമൻ ആണ് ഇതിന്റെ ഇൻഷുറൻസ് നടപടികൾ കൈകാര്യം ചെയ്യുന്നത്. അബുദാബിയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെയും ബിസിനസ് യാത്രക്കാരെയും ആകർഷിക്കാൻ ഈ പദ്ധതി ഏറെ സഹായിക്കുമെന്നാണ് വ്യോമയാന രംഗത്തെ വിലയിരുത്തൽ.
താൽക്കാലിക ഗാർഹിക തൊഴിലാളികളെയും മണിക്കൂർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെയും നിയമിക്കുമ്പോൾ ലൈസൻസുള്ള ഏജൻസികൾ വഴി മാത്രമേ നിയമിക്കാവൂ എന്ന് ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ്. വീടുകളുടെയും കുടുംബങ്ങളുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ഈ നിർദ്ദേശം. വീടുകളിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളുടെ ജീവന്റെയും സ്വത്തിന്റെയും സുരക്ഷ സംരക്ഷിക്കുന്നതിന് താൽക്കാലിക ഗാർഹിക തൊഴിലാളികളുടെയും മണിക്കൂർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെയും നിയമിക്കുമ്പോൾ അംഗീകൃതവും ലൈസൻസ് ഉള്ളതുമായ ഏജൻസികളുമായി മാത്രം ഇടപെടണമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ക്രൈം പ്രിവെൻഷൻ വിഭാഗമാണ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയോ അനധികൃത ഇടനിലക്കാരിലൂടെയോ തൊഴിലാളികളെ നിയമിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. തൊഴിലാളികളുടെ നിയമപരമായ രേഖകളും പശ്ചാത്തല വിവരങ്ങളും പരിശോധിച്ചിട്ടുള്ള ലൈസൻസ് ഏജൻസികളിലൂടെ സേവനം സ്വീകരിക്കുന്നതാകും നല്ലത്. കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ദുബായ് പോലീസ് വ്യക്തമാക്കി. പണം, ആഭരണങ്ങൾ, പ്രധാന രേഖകൾ തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ സൂക്ഷിക്കുവാനും വീടുകളുടെ സുരക്ഷയിൽ കൂടുതൽ ജാഗ്രത പുലർത്താനും പോലീസ് ഓർമ്മിപ്പിച്ചു. UAE യിൽ നിന്ന് ഇറാനിലേക്ക് വൻതോതിൽ പണം കൈമാറിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ UAE വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി നിഷേധിച്ചു. ഇറാനിലേക്ക് $3 ബില്യൺ കൈമാറിയെന്നടക്കമുള്ള വാർത്തകൾ പൂർണ്ണമായും വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. UAE വഴി ഇറാന്റെ മരവിപ്പിച്ച ഒരു ഫണ്ടും റിലീസ് ചെയ്യുകയോ കൈമാറുകയോ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മന്ത്രാലയം പറഞ്ഞു. ഇത്തരം സുപ്രധാന വിഷയങ്ങളിൽ വാർത്തകൾ നൽകുമ്പോൾ മാധ്യമങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും UAE ആവശ്യപ്പെട്ടു. സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ഓർമ്മിപ്പിച്ചു. സൗദിയിലെ അബഹയിൽ മയക്കുമരുന്ന് വിതരണ മേഖലയിൽ പ്രവർത്തിച്ച ഇന്ത്യക്കാർ ഉൾപ്പെടെ 3-അംഗ സംഘത്തെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക്സ് കൺട്രോൾ അറസ്റ്റ് ചെയ്തു. 2 ഇന്ത്യക്കാരും ഒരു സൗദി പൗരനുമാണ് അറസ്റ്റിലായത്. ഇവരുടെ പക്കൽ നിന്ന് 7 കിലോഗ്രാം ഹാഷിഷ് കണ്ടെത്തി. നിയമ നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് SITയുടെ നോട്ടീസ്. സ്വർണ്ണപ്പള്ളി കൈമാറ്റ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. അടുത്ത ആഴ്ചയാണ് ഹാജരാകേണ്ടത്. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ അവസാനഘട്ട നടപടികളിലാണ് SIT. അന്വേഷണ സംഘം നാളെ ശബരിമലയിലെത്തും. പ്രഭാമണ്ഡലം ഉൾപ്പെടെ വീണ്ടും പരിശോധിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയുമായ മുരാരി ബാബുവിന്റെ സംസ്കാരം പെരുന്നയിലെ വീട്ടിൽ നടന്നു. അർബുദബാധിതനായി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട എല്ലാ ആഴ്ചയിലും തിരുവനന്തപുരത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തി ഒപ്പിടണമെന്ന് അടക്കം നിർദ്ദേശങ്ങൾ ജാമ്യവ്യവസ്ഥയിലുണ്ടായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഇത് മാസത്തിലൊരിക്കൽ എന്ന നിലയിലേക്ക് ചുരുക്കിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. IPS തലത്തിലെ സ്ഥലമാറ്റത്തിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തി പുകയുന്നു. പോലീസ് മേധാവിയെ നേരിട്ട് കണ്ട അതൃപ്തി അറിയിച്ച് ഉദ്യോഗസ്ഥർ. ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കാണാൻ നീക്കം. തിരുവനന്തപുരം കമ്മീഷണറും തൃശൂർ റേഞ്ച് DIGയും സ്ഥലമാറ്റത്തിലെ അസൗകര്യം അറിയിച്ചതായി സൂചന. അസമിലെ ജോർഹട്ടിൽ വ്യോമസേനാ വിമാനം തകർന്നു വീണു. പൈലറ്റ് ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. രക്ഷപ്പെട്ട സഹ പൈലറ്റ് ഗുരുതര പരിക്കോടെ ചികിത്സയിലാണ്. വ്യോമസേനയുടെ AN-32 ചരക്ക് വിമാനമാണ് ലാൻഡിംഗിനിടെ തകർന്നു വീണ് തീപിടിച്ചത്. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചു. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് പുതിയ കരസേനാ മേധാവി. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. ജൂൺ 30-ന് ഇന്ത്യയുടെ 31ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേൽക്കും. 2028 ഓഗസ്റ്റ് 31 വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി. 1987 ബാച്ച് ഉദ്യോഗസ്ഥനായ ധീരജ് സേത്ത് നിലവിൽ കരസേന ഉപമേധാവിയായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. ജമ്മു കശ്മീരിലും വടക്കു കിഴക്കൻ മേഖലയിലും നിർണായക ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനാണ്. ശത്രുരാജ്യങ്ങളുടെ ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ കവചത്തിന്റെ 2ാം ഘട്ട പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യ. ഇതോടെ ഇത്തരം അത്യാധുനിക പ്രതിരോധ സംവിധാനമുള്ള ലോകത്തെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചു. ചരക്കുകപ്പലിന് നേരെയുള്ള US ആക്രമണത്തിൽ വീണ്ടും പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഒമാൻ തീരത്ത് ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പലുകൾക്ക് നേരെയുള്ള US ആക്രമണത്തിലാണ് ശക്തമായ ഭാഷയിൽ ഇന്ത്യ പ്രതിരോധം അറിയിച്ചത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും ഫോണിൽ സംസാരിച്ചു. ചരക്കുകപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യയുടെ ശക്തമായ വിയോജിപ്പ് അറിയിക്കുന്നുവെന്നുമാണ് വിദേശകാര്യമന്ത്രി അറിയിച്ചത്.
ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ഡിയിലെ ആദ്യ മത്സരത്തിൽ പരാഗ്വേയെ തകർത്ത് ആതിഥേയരായ അമേരിക്കയ്ക്ക് ജയം. 1-നെതിരെ 4 ഗോളുകൾക്കാണ് USA പരാഗ്വേയെ തോൽപ്പിച്ചത്. ഫോലറൻ ബലോഗണിന്റെ ഇരട്ട ഗോളിലാണ് അമേരിക്കയുടെ ജയം. മത്സരത്തിൽ പൂർണ്ണാധിപത്യം നേടിയ അമേരിക്ക കളി അവസാനിപ്പിക്കാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ജിയോവാനി റെയ്നയിലൂടെ 4ാം ഗോളും നേടി. ഈ ലോകകപ്പിലെ ഏറ്റവും ഗോളുകൾ വീണ മത്സരം കൂടിയായിരുന്നു ഇത്. ലോകകപ്പിൽ നാളെ വമ്പന്മാർ പോരാട്ടത്തിനിറങ്ങും. ഇന്ന് രാത്രി മുതൽ നാളെ രാത്രി വരെ 5 മത്സരങ്ങളാണുള്ളത്. ഏറെ ആരാധകരുള്ള ബ്രസീൽ, ജർമ്മനി ടീമുകളും നാളെ കളത്തിലിറങ്ങും. രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെയാണ് നേരിടുന്നത്. ഗ്രൂപ്പ് ബിയിൽ ശക്തരായ എതിരാളികൾക്കൊപ്പമുള്ള ഖത്തർ തങ്ങളുടെ 2ാം ലോകകപ്പിനായാണ് ബൂട്ട് കെട്ടുന്നത്. നേരത്തെ UAE തോൽപ്പിച്ചാണ് ഖത്തർ ലോകകപ്പിന് യോഗ്യത നേടിയത്. അതേസമയം യൂറോ 2024 ക്വാർട്ടർ ഫൈനൽ വരെ മുന്നേറാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് സ്വിസ് പട ഇത്തവണ ലോകകപ്പിനായി ഇറങ്ങുന്നത്. പുലർച്ചെ 3:30 ബ്രസീൽ മൊറോക്കോയെ നേരിടും. ടൂർണമെന്റിന്റെ എല്ലാ പതിപ്പുകളിലും പങ്കെടുത്ത ഒരേയൊരു ടീമാണ് ബ്രസീൽ. കൂടാതെ 5 തവണ റെക്കോർഡ് ചാമ്പ്യന്മാരുമാണ്. എന്നിരുന്നാലും 2002 ശേഷം അവർക്ക് ട്രോഫി ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. മുൻപ് കളിച്ച 5 മത്സരങ്ങളിൽ 4ലും ക്വാർട്ടർ ഫൈനലിൽ തന്നെ പുറത്തായി. ഏറെ ഫാൻസുള്ള നെയ്മറിലാണ് പ്രതീക്ഷ. അതേസമയം മികച്ച ടീമിനെയാണ് മൊറോക്കോ ഇത്തവണ ലോകകപ്പിന് ഇറക്കിയിരിക്കുന്നത്. 2025 ഫിഫ അണ്ടർ-20 ലോകകപ്പ് കിരീടം ചൂടിയത് മൊറോക്കോ ആയിരുന്നു. യുവനിരയാണ് മൊറോക്കോയുടെ കരുത്ത്. നാളെ രാവിലെ 6:30 ഹെയ്തി സ്കോട്ട്ലൻഡിനെ നേരിടും. 52 വർഷത്തിനു ശേഷമാണ് ഹെയ്തി ലോകകപ്പിനിറങ്ങുന്നത്. 1974 ഹെയ്തി അവസാനമായി ലോകകപ്പ് കളിച്ചത്. പിന്നീട് ഒരിക്കലും ലോകകപ്പ് യോഗ്യത നേടാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. 2010 ഭൂകമ്പത്തിൽ തകർന്ന രാജ്യം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. അതേസമയം 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ സ്കോട്ട്ലൻഡ് കളത്തിലിറങ്ങുന്നത്. രാവിലെ 9:30 ടർക്കി ഓസ്ട്രേലിയയെ നേരിടും. 24 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ തുർക്കി ഇറ്റാലിയൻ പരിശീലകനായ വിൻസെൻസോ മൊണ്ടല്ലയുടെ കീഴിലാണ് കളത്തിലിറങ്ങുന്നത്. ഫിഫ ലോകകപ്പിൽ തുടർച്ചയായി 6ാം തവണയാണ് ഓസ്ട്രേലിയ യോഗ്യത നേടുന്നത്. ആകെ 7 തവണ ലോകകപ്പിൽ കളിച്ചിട്ടുണ്ട്. രാത്രി 10:30 ജർമ്മനി കുറാസോയെ നേരിടും. നിരവധി ആരാധകരുള്ള മറ്റൊരു ടീമാണ് ജർമ്മനി. ലോകകപ്പിനുള്ള ജർമ്മനിയുടെ 26-അംഗ ടീമിൽ വെറ്ററൻ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയർ ഇടം നേടിയെന്നതാണ് പ്രത്യേകത. ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രം കുറിച്ചാണ് കുറാസോ എത്തുന്നത്. വെറും 444 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഡച്ച് കരീബിയൻ ദ്വീപ് രാജ്യം ലോകകപ്പിനെത്തുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ്. ജനസംഖ്യ 1.5 ലക്ഷം മാത്രമുള്ള കുറാസോ തോൽവി അറിയാതെയാണ് ലോകകപ്പിലെത്തിയത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. റിലീസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.